ആതിരേച്ചി വീട്ടിൽ പോണ്ട് നേരെ ഇങ്ങോട്ടാ വന്നേ. വാ ചേച്ചി, വാ. സിനിയേച്ചിൻ്റെ അടുത്ത് നറുക്കെടുത്ത് ഞാൻ വിചാരിച്ചു ഇതുവഴി ഇങ്ങ് പോവാ, ഇന്നേം തക്കടുവിനെല്ലാം ഒന്ന് കാണാന്ന് ചേച്ചി. എന്തല്ല വാ എന്തല്ല എന്തല്ലാടോ ഒരു ഉമ്മ തരുക, ഒരു ഉമ്മ തന്നാട്ടെ. കണ്ണിലെന്നാ പറ്റിയ? നാളെയല്ലേ തക്കടുവിന്റെ ബർത്ത്ഡേ? നാളെ എന്നാ പരിപാടി? നാളെ ഞങ്ങള് രാവിലെ ഇങ്ങോട്ട് വരും കേട്ടാ, വിനി ചേട്ടനും മക്കളും ഞാനും എല്ലാം. എന്നാ നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ? ഇതെന്താ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് എന്താ ഒരു മൂഡ് ഓഫ്? എന്താ? ഒന്നുമില്ല. എന്തോ ഒരു സങ്കടം ഉള്ളത് പോലെ ഉണ്ടല്ലോ മുഖം കാണുമ്പോ. മോന്റെ ബർത്ത്ഡേ അല്ലേ, നാളെ ഗിഫ്റ്റ് വാങ്ങണേ. അങ്ങനെ എന്തിനാ ചേച്ചി ഇതല്ല? അത് ഓനെ എടുത്തോട്ടെ, മേമേന്റെ വക തന്നതാണേ. മുട്ടായി വാങ്ങിക്കോളാ. അല്ലേ തന്നെ ഞങ്ങൾ ഒരുപാട് പൈസ ചേച്ചിക്ക് തരാനുണ്ട്, അതിന്റെ ഇടയ്ക്ക് ഇതും കൂടി. അയ്യോ വേണ്ടായിരുന്നു ചേച്ചി. അതൊന്നും സാരിയില്ലടി, ഇപ്പൊ ഇനി ഇതവിടെ വെച്ചോ, നാളെ അവന്റെ ബർത്ത്ഡേ അല്ലേ, എന്നാന്ന് വെച്ചാ വാങ്ങിക്കൂടി, ബാക്കിയെല്ലാം നമുക്ക് പിന്നെ എടുക്കാം. എന്നാ ശരി, ഞാൻ പോട്ടെ, കുറെ സമയമില്ല. എന്നാ ശരി. അല്ല, ഇവന്റെ ബർത്ത്ഡേ നാളെയാന്ന് ആതിരേച്ചി എങ്ങനെയാ അറിഞ്ഞേ? ഇവിടെ പണിയില്ലേ, വേറെ ഉള്ളടത്ത് പോണോ? ഹലോ ഹലോ, ഇനിയിപ്പോ നാളത്തെ ബർത്ത്ഡേക്കാണേലും എന്താ ഒരു പായസം, ഒരു മധുരം കൊടുക്കാൻ പോലും ഇവിടെ 1 മണി അരിയില്ല ചോറ് വെച്ചു കൊടുക്കാൻ, ഒന്നുമില്ല എന്റെ മോന്. ഹലോ, പിന്നെ നിങ്ങളെ കയ്യിൽ ഒരു 2500 റുപ്യ ഉണ്ട്, എടുക്ക. ഒരു അത്യാവശ്യനും അത് ജിത്തേക്ക് കൊടുക്കാൻ വേണ്ടിട്ടാ. ഓ, ജിത്തേന്റെ മോന്റെ ബർത്ത്ഡേ ആ നാളെ, അപ്പോൾ അടുത്ത് ഇപ്പൊ പൈസ ഇല്ല, അതൊന്ന് ബുദ്ധിമുട്ടാ. അങ്ങനെ ഞാൻ വിളിച്ച് 2500 കൊടുക്കാം. അത് മതി, ചിട്ടിക്ക് നാളെ കൊടുത്തിട്ടില്ലേലും കുഴപ്പമില്ലല്ലോ, 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താ പോരെ? എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എന്നാ ശരി, ഓക്കെ.